അസ്സലാമലൈക്കും. കൊച്ചടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കൽത്തപ്പം. അതിന് ഞാൻ ഒരു കപ്പ് അരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരിയെടുത്തതാണ്. അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് വേണം ഇത് അടിച്ചെടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയെടുത്ത കപ്പാണത്. ഇതിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് പകുതി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി 1 നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടിച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും കൂടി അടിച്ചെടുക്കാം. 2 ടീസ്പൂൺ ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പിൽ നിന്ന് ബാക്കി ഉള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ജീരകവും ഏലക്കായും ആദ്യം അടിച്ചതിലിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള അരി കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ഉള്ളിയും നന്നായിട്ട് മെരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് മാറ്റിക്കൊടുക്കാം. ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇങ്ങനെ ചൂടോടെ ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായി പോകും. ബേക്കിംഗ് സോഡ 2 നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ തേങ്ങയും ഉള്ളിയും വറുത്ത വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ജ്യൂസിലാണ് വേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ആകെ ഒഴിച്ചിട്ടുള്ളത്. ശർക്കര ഉരുക്കാനും മിക്സിയിൽ ഒഴിച്ചതും എല്ലാം കൂടി. ഇത്രയും നന്നായിട്ട് ചൂടായ സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അരച്ചു കൊടുക്കണം. ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കണം. അടി കരിയാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതൊരു 15 മിനിറ്റ് ഇത് വെച്ച് കൊടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിന്ന് മാറ്റി കൊടുക്കാം. അടിയൊന്നും കരിഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മറിച്ച് വെക്കാം. നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വരണം. ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ആയിട്ട് വരണം. ഇത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.